ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ് എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, നട്ടു നനക്കാം നന്മകൾ കൊയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ബേസിക് സയൻസിലെ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരും. ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്ററുമാണ്. ഇതിന് മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങളെന്നും എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നും നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ഫാമേഴ്സ് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. ലെറ്റ്സ് ജോയിൻ ഹാൻഡ്സ് ഫോർ ദ വെൽ ബീയിങ് ഓഫ് ഫാമേഴ്സ്. കർഷകരുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ കാർഷിക കേരളത്തിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൈകോർക്കാം എന്നാണ് പറയുന്നത്. ഇനി ഇതിന് താഴെ നോക്കൂ. ഹാവ് യു നോട്ടീസ് ദ ഡിലിഗൻറ്റ് സ്റ്റുഡൻറ്റ് ഹൂ ഈസ് റിസീവിംഗ് ദ കർഷക പ്രതിഭ അവാർഡ് ഫോർ ബീയിങ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഫാമർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി വെജിറ്റബിൾസ് അറ്റ് ലോ കോസ്റ്റ്. അഥവാ ലോ കോസ്റ്റിൽ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുവ കർഷകനാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. നിങ്ങൾ കണ്ടു അല്ലേ. Then, what do the government aim in giving away such awards to children? അപ്പോൾ ഇത്തരത്തിലുള്ള പുരസ്കാരമൊക്കെ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ എന്താണ് സർക്കാരിൻ്റെ എയിം എന്ന് പറയുന്നത്? എന്താണ്? The government likely aims to encourage young people's involvement and achievements in agriculture, promoting interest and innovation in this സെക്ടർ. അഥവാ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള യങ് പീപ്പിൾസിനെയൊക്കെ എൻകറേജ് ചെയ്യിക്കുക, അതുപോലെ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റിനെയും അച്ചീവ്മെൻറ്റ്സിനെയും ഒക്കെ എൻകറേജ് ചെയ്യുക ഈ അഗ്രികൾച്ചറിലുള്ള, അതുപോലെ തന്നെ പുതിയ ഇന്നോവേഷൻസിനെയും ഇൻട്രസ്റ്റിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഡു യു നോ എനി വൺ ഹു ഹാസ് അച്ചീവ്ഡ് സിമിലർ സക്സസ് ഇൻ അഗ്രികൾച്ചർ? വാട്ട് ആക്ടിവിറ്റി ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ മെയ്ഡ് ദം നോട്ടബിൾ? അപ്പോൾ കൃഷിയിൽ ഇതേപോലെ തന്നെ ഒരു നേട്ടം കൈവരിച്ച അച്ചീവ്മെൻ്റ് ഉണ്ടായ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ? അല്ലെങ്കിൽ അവർ കാർഷിക മേഖലയിലെ ഏത് സെക്ടറിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇതിന് അർഹമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും നിങ്ങളവിടെ കൊടുക്കുക, ഏത് സെക്ടറിലാണെന്നും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. Let us take a look at a portion of the report submitted by this student farmer to the award selection committee. Read the given excerpt of the report. അപ്പോൾ ഈ വിദ്യാർത്ഥി കർഷകൻ്റെ ഒരു അനുഭവക്കുറിപ്പിലെ കുറച്ച് ഭാഗമാണ് താഴെ തന്നിട്ടുള്ളത്. അതൊന്ന് വായിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 8. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് മൈ ഫാദർ, മദർ ആൻഡ് എ സിസ്റ്റർ. വി ഹാവ് അവർ ഓൺ ഹൗസ് ആൻഡ് എ 15 cents ഓഫ് ലാൻഡ്. മൈ ഫാദർ ഈസ് എ സ്മോൾ സ്കെയിൽ ബിസിനസ് മാൻ. അപ്പോൾ എന്താണ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉണ്ട്. അതുപോലെ തന്നെ ഒരു 15 സെൻറ്റ് മാത്രമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറുകിട വ്യാപാരിയാണെന്നാണ് പറയുന്നത്. ഐ ബിക്കേം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിംഗ് വെൻ ഐ വിസിറ്റഡ് എ ഫാം ആസ് പാർട്ട് ഓഫ് മൈ സ്കൂൾ ആക്ടിവിറ്റീസ്. ദെൻ ഐ ഗാതേർഡ് മോർ ഇൻഫർമേഷൻ ബൈ കോൺടാക്റ്റിംഗ് expert in the field of agriculture. Considering the space constraint, I made a precise plant and started farming. I mainly cultivate beans, bitter gourd, brinjal, ladyfinger, ivy gourd, mint, spinach, green chilli and tomato. അപ്പോൾ എന്താണ് പറയുന്നത്, ഞങ്ങളുടെ സ്കൂളിലെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ എന്ത് ചെയ്തു, ഒരു കൃഷിത്തോട്ടം സന്ദർശിച്ചു. അപ്പോൾ അതോട് കൂടിയിട്ടാണ് ആ കുട്ടിക്ക് എന്തുണ്ടായത്, കൃഷിയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. തുടർന്ന് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് എന്താണ് സംശയങ്ങളൊക്കെ ശേഖരിക്കും, അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയൊക്കെ ചെയ്തു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയായിട്ടാണ് കൃഷി ആരംഭിച്ചത്. പ്രധാനമായിട്ടും പയർ, കോവക്ക, വഴുതന, വെണ്ട, കോവല്, പുതിന, ചീര, പച്ചമുളക്, തക്കാളി എന്നിവയ്ക്കായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ മീറ്റിംഗ് മൈ ഹൗസ് ഹോൾഡ് നീഡ്സ് വി ക്യാൻ ഓൾസോ സെൽ ദ വെജിറ്റബിൾസ് ആൻഡ് ത്രൂ ദിസ് വി ക്യാൻ ഏൺ അബൌട്ട് 2000 rupees പെർ വീക്ക്. അങ്ങനെ ഞങ്ങളെ വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടും 2000 രൂപക്കൊക്കെ സാധനങ്ങൾ ഞങ്ങൾ വിറ്റിരുന്നു. ഐ ഹാവ് ബീൻ റിസീവിംഗ് അൺവേവറിംഗ് സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ ഫ്രം ദ അഗ്രികൾച്ചർ ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. റീസെൻ്റ്ലി ഐ ഹാവ് ഓൾസോ ബീൻ യൂട്ടിലൈസിങ് സം ഓൺലൈൻ സർവീസസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയിൽ നിന്നും കൃഷി സഹകരണ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവസാനമായപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഓൺലൈൻ സർവീസും കൂടെ നോക്കി, ഓൺലൈനിലൂടെ സാധനങ്ങളൊക്കെ വിൽക്കാനും തുടങ്ങി എന്നാണ് പറയുന്നത്. Then, aren't you happy on hearing about our friend's success story? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിയായി, നമുക്കൊരു എനർജിയൊക്കെ കിട്ടിയല്ലേ, നമുക്ക് ഇത്തരത്തിലുള്ള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി.
that there are many individuals in our state who have received a success in the field of agriculture. Prepare a note by examining the newspaper report based on the indicators. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു അഗ്രികൾച്ചറിൻ്റെ മേഖലയിൽ ഒരുപാട് ആളുകൾക്ക് വിജയം കൈവരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളും സൂചകങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവക്കുറിപ്പ്, എക്സ്പീരിയൻസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ കൂടെ നിങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ, സ്കൂൾ സ്റ്റുഡൻറ് സീക്സ് പേറ്റന്റ് ഓഫ് ടാപ്പിയോക്കോ ഹാർവെസ്റ്റർ. എന്താണ്? ടാപ്പിയോ പ്ലക്കർ പേറ്റന്റ് കിട്ടിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എ സ്കൂൾ സ്റ്റുഡൻറ് ഹാസ് garnered media attention for developing a simple machine for harvesting tapioca. Then this little scientist has applied for a patent for his invention. അഥവാ ഈ ടാപ്പിയോക്ക വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ തന്നെ വികസിപ്പിച്ച് ഒരു സ്കൂൾ വിദ്യാർത്ഥി മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തൻ്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ഒരു ലിറ്റിൽ സയൻറ്റിസ്റ്റ്. നെക്സ്റ്റ് വൺ, സക്സസ് ഇൻ ബനാന ലീഫ് എന്നുള്ളതാണ്. വാഴയിൽ നിന്നുള്ള സക്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എടപ്പാൾ, ഇൻസ്റ്റന്റ് ഓഫ് ബനാന ബഞ്ചസ്, എ യങ് പോസ്റ്റ് graduate farmer from Edappal has scripted a new success story through the marketing of banana leaves. The idea struck when banana bunches were selling at a low price, promoting him to think, what if I sell banana leaves instead? എന്താ പറയുന്നത്? ഈ വാഴക്കുലകൾക്ക് പകരം വിപണിയിലൂടെ ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരാൾ തന്നെയാണിത്. അയാൾ എന്താണ്? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു യുവ കർഷകനാണ്. വാഴക്കുലക്ക് വില കുറഞ്ഞപ്പോൾ അവിടെ വാഴയില വിൽക്കാമെന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് അദ്ദേഹം വന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റുഡൻസ് ലീഫി ഗ്രീൻസ് ഷോപ്പാണ്. എ കോളേജ് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് എയിംഡ് അറ്റ് യൂട്ടിലൈസിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ന്യൂട്രിയൻ റിച്ച് ലീഫി ഗ്രീൻസ് അച്ചീവ്ഡ് റെക്കോർഡ് സെയിൽസ് വിത്തിൻ എ ഇയർ ഓഫ് ഇറ്റ്സ് ഇൻസെപ്ഷൻ. എന്താണ്? ഒരു വിദ്യാർത്ഥിനിയുടെ ഇലക്കടയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇലക്കറിക്കടയാണ്. പോഷകമൂല്യമുള്ളതാണ് ഇല എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ വിപണന സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോളേജ് വിദ്യാർത്ഥിനി തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിറ്റുവരവിൽ വൻ റെക്കോർഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് എൻ്റർപ്രീനർ ത്രൂ ടർമറിക് കൾട്ടിവേഷൻ ആണ്. ഓക്കെ, മഞ്ഞൾ കൃഷിയിലൂടെ എങ്ങനെയാണ് ഒരു എൻ്റർപ്രീനർ ആയത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വയനാട്, എ യങ് മാൻ ഹു സ്റ്റാർട്ടഡ് എ ടർമറിക് കൾട്ടിവേഷൻ ഓൺ 2 acres of land faced difficulties during harvest time due to low market price. When he realized that numerous value added products could be made from turmeric, he became a new entrepreneur. എന്താണ് സംഭവിച്ചത്? വയനാട്ടിൽ 2 ഏക്കറിൽ മഞ്ഞൾ കൃഷി ചെയ്ത ഒരു യുവാവ് വിളവെടുപ്പ് സമയത്ത് വിലയിടിവ് കാരണം ആകെ പ്രശ്നത്തിലായി. അപ്പോൾ ആ സമയത്താണ് മഞ്ഞളിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കാം എന്നുള്ളത് അയാൾക്ക് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം ഒരു പുതിയ എൻ്റർപ്രീനർ ആയിട്ട് മാറുകയാണ്, പുതിയൊരു സംരംഭകനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ന്യൂ ബ്രാൻഡ് ഫോർ ഗന്ധകശാല എന്നുള്ളതാണ്. ഓക്കെ, ഗന്ധകശാല, ദ വാല്യുബിൾ വെറൈറ്റി ഓഫ് റൈസ് വാസ് കൾട്ടിവേറ്റഡ് ഇൻ എ യുണീക്ക് വേ ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ് under a special brand, receiving a good response in the market. Inspired by this, more young entrepreneurs are planning to start cultivation at more places. അഥവാ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗന്ധകശാല എന്ന് പറയുന്ന ഒരു ദിനം അരി. അപ്പോൾ അത് തനത് രീതിയിൽ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അയാളും ഒരു സംരംഭകനായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെ നോക്കൂ. വാട്ട് ആർ ദ ഐഡിയാസ് യു ഹാവ് ലേൺ ഫ്രം ദ ന്യൂസ് റിപ്പോർട്ട്. ഈ ന്യൂസ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്? യങ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് എൻ്റർപ്രീനേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആർ ഷോക്കേസിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് സക്സസ് ത്രൂ ഇന്നോവേറ്റീവ് മെഷീൻസ് ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഇതിൽ നമുക്ക് മനസ്സിലായി പുതിയ ഇന്നോവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അഗ്രികൾച്ചറിൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ സക്സസ്സും ഒക്കെ ആയിട്ടുള്ളത്. Then second question, what are the circumstances that have promoted farmers to choose new way? ഒരു പുതിയ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫാമറിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ലോ മാർക്കറ്റ് പ്രൈസ് ഫോർ ട്രഡീഷണൽ ക്രോപ്സ് എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങൾക്കും വിലയില്ലാത്ത ഒരവസ്ഥ. മറ്റൊന്നെന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ഇൻ ഹാർവെസ്റ്റിംഗ് ഓർ മാർക്കറ്റിങ്ങിനും ഹാർവെസ്റ്റിങ്ങിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ റിയലൈസിങ് ദ പൊട്ടൻഷ്യൽ ഫോർ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്. ചില വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിൻ്റെ പൊട്ടൻഷ്യലും സംഭവം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പുതിയ വേ കണ്ടെത്താനുള്ള കാരണങ്ങൾ.
ഇനി അടുത്തതെന്ന് പറയുന്നത് വാട്ട് ആർ ദ അതർ പോസിബിലിറ്റീസ് ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ. എങ്ങനെയാണ് ഒരു ഫാമിംഗ്, ഒരു കൃഷി പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി പറ്റുന്നത്, അതിനുള്ള പോസിബിലിറ്റീസ്, സാധ്യതകൾ എന്തൊക്കെയാണ്? Farming can be made profitable by trying new crops, exploring new markets, applying technology, etc. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പുതിയ ക്രോപ്സ് ഒക്കെ ചെയ്യാം അല്ലേ. പഴയ ക്രോപ്സ് എന്നൊക്കെ ഈൽഡ് കിട്ടുകയാണെങ്കിൽ, കുറവാണെങ്കിൽ, വിളവ് കുറവാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ ക്രോപ്സ് ഒക്കെ പരീക്ഷിക്കുക. അതുപോലെ തന്നെ പുതിയ മാർക്കറ്റ്സ് നോക്കുക. കൂടാതെ പുതിയ നല്ല നല്ല ടെക്നോളജീസൊക്കെ അപ്ലൈ ചെയ്യുക. അത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാർമർ എന്ന് പറയുന്നത് ഭയങ്കര പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. Then innovative agriculture initiative can strengthen rural economics, enhance food security and inspire future generations to engage in farming. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രാമപ്രദേശത്തെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും കൂടാതെ ഫ്യൂച്ചർ ജനറേഷന് ഇതിലേക്ക് ഇൻസ്പയർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. വാട്ട് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആർ അവൈലബിൾ ഫോർ ദോസ് സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ. അപ്പോൾ ഈ ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അഗ്രികൾച്ചർ ഈ സക്സസ് സ്റ്റോറിയിലേക്ക് മാറ്റാൻ വേണ്ടി ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺലൈൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഓൺലൈൻ സിസ്റ്റത്തിലുള്ളത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഡിസീസ്, ഒരു രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് പറ്റും. ദെൻ പെസ്റ്റ് ഇൻഫെക്ഷൻ ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ, നമ്മുടെ കീടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ തുരത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ട്സ്. നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, കുറച്ച് നെല്ലുണ്ട് അല്ലെങ്കിൽ ഗോതമ്പുണ്ട്, അത് ഫ്രഷ് ഒക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ടും മറ്റുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. നെക്സ്റ്റ് വൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, പ്രൊവൈഡിങ് ലോൺസ് വിത്ത് ലോ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത്. കൂടാതെ മാർക്കറ്റിങ്ങും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ഫാമിലി മെമ്പേഴ്സ് ആണ്, അവിടെ നിന്നും നമുക്ക് ഫിനാൻഷ്യൽ എയ്ഡ്സ്, അതുപോലെ തന്നെ ഷെയറിംഗ് നോളജ്, പ്രൊവൈഡിങ് ലേബർ, ഇതൊക്കെ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്സ് ആണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൽ നിന്നും സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അപ്രൂവൽ, ഇതൊക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ്. നെക്സ്റ്റ് വൺ അഗ്രികൾച്ചർ ഓഫീസ്, കൃഷിഭവൻ, അവിടെ നിന്നും ഇംപ്ലിമെൻറ്റിംഗ് സ്കീംസ്, നമുക്ക് പുതിയ സ്കീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സീഡ്സ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അവിടെയാണ്. ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നതും ഈ ഒരു കൃഷിഭവനിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഓഫീസിലാണ്. ദെൻ നെക്സ്റ്റ് വൺ വിൽ യു ട്രൈ ടു ഇലാബറേറ്റ് ദ ഇലിസ്ട്രേഷൻ. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതി ചേർത്ത് ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു പിങ്ക് കളറിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കളക്ട് ഇൻഫർമേഷൻ ഓൺ ഗവൺമെൻറ് ഇനീഷ്യേറ്റഡ് പ്രോഗ്രാംസ് ടു സപ്പോർട്ട് ന്യൂ എൻ്റർപ്രീനേഴ്സ് ആൻഡ് പ്രസൻറ്റ് ഇൻ യുവർ ക്ലാസ്. അഥവാ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സ്കീംസും ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ ഇതിന് വേണ്ടിയിട്ട്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറാണ് ഇവിടെ യെല്ലോയിൽ കൊടുത്തിട്ടുള്ളത്. കൃഷിഭവൻസ് അഗ്രികൾച്ചറൽ എൻ്റർപ്രീനർഷിപ്പ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്, അട്ടപ്പാടി ഇൻറ്റിഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നീതി മണ്ഡി, ഓർഗാനിക് ഫാമിംഗ് മിഷൻ, ഇതൊക്കെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ഫാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സ്കീംസ് ആണ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ്. നെക്സ്റ്റ് വൺ മാക്സിമൈസിങ് ലാൻഡ് യൂട്ടിലൈസേഷൻ. അവർ യങ് ഫാമർ പ്രസൻറ്റ് എ മോഡൽ ആസ് എ ഗൈഡിങ് എക്സാമ്പിൾ ഫോർ ദോസ് ഹു റിഗ്രറ്റ് ദ ലാക്ക് ഓഫ് സ്പേസ് ഫോർ ഫാമിംഗ്. ഇന്ന് ആളുകൾ പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക, ലാൻഡ്, കുറച്ച് ലാൻഡിൽ ഒരുപാട് മെത്തേഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഫാമിംഗ് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു യങ് ഫാർമർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് സാക്ക് ഫാമിംഗ് ആണ്, മറ്റൊന്ന് പറയുന്നത് അക്വാപോണിക്സ് ആണ്, മറ്റൊന്ന് പെറ്റ് പോട്ടിൽ ഫാമിംഗ് ആണ്, ദെൻ വെർട്ടിക്കൽ ഫാമിംഗ്, പോട്ട് കൾട്ടിവേഷൻ, ടെറസ് ഫാമിംഗ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഫാമിങ്സ് ആണ്. Then vertical farming is an innovative method to overcome space constraint. What are its possibilities? ഇപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ. അപ്പോൾ ഇവിടെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് ആദ്യം പറയുന്നുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് ആൻ ഇന്നോവേറ്റീവ് അഗ്രികൾച്ചറൽ മെത്തേഡ് വെർ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്കാറ്റേർഡ് ലെയേഴ്സ്. ഇങ്ങനെ ഒരു ലെയേഴ്സ് പോലെയാണ് അവിടെ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ക്രോപ്സും കാര്യങ്ങളൊക്കെ നടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടും. ഓക്കെ,
A key feature of vertical farming is that it utilizes the possibilities of hydroponics and aeroponics. ഇവിടെ നമുക്ക് aeroponicsഉം അതുപോലെ തന്നെ hydroponics ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫാമിംഗ് നടത്താൻ വേണ്ടി പറ്റും. It can be implemented even in urban areas with limited space by incorporating artificial lighting and a protective structures to shield crops from rain and sunlight. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു ഇത്തിരി സ്പേസ് ഉള്ളൂ എങ്കിൽ പോലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളും ഇതിന് മതി. കൂടാതെ റെയിനിൻ്റെയോ സൺലൈറ്റിൻ്റെയോ ആവശ്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നവുമില്ല. Crops from rain and farming can be carried out independent of climatic condition, marketing it a significant advantages of this method. ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ വളരും എന്നുള്ളതാണ്. അഥവാ ഏത് സമയത്തും നല്ല വെയിലാവുന്ന ചില സമയത്ത് ചില ക്രോപ്സ് ഒക്കെ നശിച്ചു പോകും അല്ലേ, പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാ സമയത്തും വളരും. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. How does it help to overcome space constraints? ഇത് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? Vertical farming helps overcome space constraints by growing crops in vertically സ്റ്റാക്കേഡ് ലെയേഴ്സ്. ഒരു വെർട്ടിക്കൽ സ്റ്റാക്കേഡ് ലെയേഴ്സ് ആയിട്ടാണ് ഇത് വളരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസിൻ്റെ പ്രശ്നം നമുക്ക് വരുന്നില്ല. Then how does it ensure availability of light? ഇതിന് ലൈറ്റിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? By incorporating artificial light. ഇതിന് ആർട്ടിഫിഷ്യൽ ലൈറ്റനിങ്ങും മതി. Then how does it helps to reduce the use of water? വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? It reduce water usage through advanced hydroponics and aeroponics system that deliver precise amount water. ഇവിടെ നമ്മൾ ഹൈഡ്രോപോണിക് സിസ്റ്റവും എയറോപോണിക് സിസ്റ്റവും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു ചെറിയ എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ, കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. Then construction cost എങ്ങനെയാണ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ റേഞ്ച് ഫ്രം മോഡറേറ്റ് ടു ഹൈ ബട്ട് ലോങ് ടേം ബെനിഫിറ്റ്സ്. ഇതെന്താണ് നമുക്ക് ഒരു ഹൈയും അല്ല മോഡറേറ്റും ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ആദ്യത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിന് ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, അല്ലാതെ ഒരു ചെറിയ കാലത്തിന് വേണ്ടിയല്ല, കുറച്ച് ലോങ് ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇംപ്ലിമെൻറ്റ് എ വെർട്ടിക്കൽ ഫാമിംഗ് സിസ്റ്റം അറ്റ് സ്കൂൾ ഓർ ഹോം അറ്റ് ലോ കോസ്റ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ ഒക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. Then present a picture of your vertical farming setup along with a brief description of its construction in the class. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലോ സ്കൂളിലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതിയിട്ട് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ. നമുക്ക് എന്ത് വേണം? കൃഷി നടത്തുകയാണെങ്കിൽ അവിടെ ഫെർട്ടിലൈസർ വേണം അല്ലേ. ഫെർട്ടിലൈസേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഫാമിംഗ് ആർ ഇൻ ദേ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ്. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് അപ്ലൈയിങ് ഫെർട്ടിലൈസേഴ്സ്? എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്താണ്? അപ്ലൈയിങ് ഫെർട്ടിലൈസേഴ്സ് ഈസ് നെസസറി ടു പ്രൊവൈഡ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ടു ക്രോപ്സ്, പ്രൊമോട്ടിംഗ് ഹെൽത്തി ഗ്രോത്ത്, ഇൻക്രീസിംഗ് ഈൽഡ് ആൻഡ് ഇംപ്രൂവിംഗ് ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ക്രോപ്പ് ഉണ്ടാവാനും അതുപോലെ തന്നെ അതിൻ്റെ നല്ല ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല വിളവ് ലഭിക്കാനും നല്ല ക്വാളിറ്റി ലഭിക്കാനും ഒക്കെ എന്ത് വേണം? നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കണം. എക്സാമിൻ ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ ആൻഡ് നോട്ട് ഡൗൺ യുവർ കൺക്ലൂഷൻസ്. അപ്പോൾ താഴെയുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നിങ്ങളുടെ കൺക്ലൂഷൻ എത്തിച്ചേരാനാണ് പറയുന്നത്. ഇതോടെ പ്ലാന്റ് ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ എലമെൻറ്റ്സ് റിക്വയർഡ് ബൈ പ്ലാന്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ സോയിൽസ്. എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ് ഒരു പ്ലാന്റ് അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓഫ് ദീസ് നൈട്രോജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം ആൻഡ് സൾഫർ ആർ ദ എലമെൻറ്റ്സ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്ത് വേണം? ഈ സംഭവങ്ങളൊക്കെ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മുടെ പ്ലാന്റ്സിന് ആവശ്യമാണ്. ദീസ് ആർ കോൾഡ് എ മാക്രോന്യൂട്രിയൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഹവർ എലമെൻറ്റ്സ് സച്ച് എ ബാരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം, അയൺ, മോളിബ്ഡനം, ക്ലോറൈൻ ആൻഡ് നിക്കൽ ആർ റിക്വയർഡ് ഓൺലി ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെറിയ ക്വാണ്ടിറ്റീസിലേ ആവശ്യമുള്ളൂ. നേരത്തെ പറഞ്ഞത് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ദീസ് ആർ നോൺ ആസ് മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഴ്സ് ആർ അപ്ലൈഡ് ടു എൻഷുർ ദാറ്റ് ക്രോപ്സ് റിസീവ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഏതാണോ മാക്രോ ആയിട്ട് വേണ്ടത് അതും മൈക്രോ ആയിട്ട് വേണ്ടത് അതും ആ ഫെർട്ടിലൈസേഴ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും?
അവർക്ക് അതിൽ നിന്നും അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എലമെന്റ്സ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസിൽ വരുന്നതാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രജൻ, പൊട്ടാസ്യം എന്നിവയൊക്കെയാണ്. മാക്രോ ആണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എലമെന്റ്സ് റിക്വയർഡ് ഓൺലി ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്, ചെറിയ ക്വാണ്ടിറ്റീസിൽ വേണ്ടതാണ്. എക്സാമ്പിൾ ബാരിയം, ബോറോൺ ഇതൊക്കെയാണ്. നെക്സ്റ്റ് വൺ, നീഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. എങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്? ഫെർട്ടിലൈസ് ആർ അപ്ലൈഡ് ടു എൻഷുർ ദാറ്റ് ക്രോപ്സ് റിസീവ് ഓൾ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ ദെയർ ഗ്രോത്ത്. ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. Some fertilizers are sprinkled on the field before or after planting. ചിലത് എന്താണ്, നമ്മൾ ചെടി വെക്കുന്നതിൻ്റെ പ്ലാന്റിൻ്റെ ബിഫോറും അതുപോലെ തന്നെ ആഫ്റ്ററും ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദെൻ liquid fertilizers are sprayed on the leaves while others are mixed with water and sprayed. ചിലത് നമ്മൾ ലീഫിലൊക്കെ സ്പ്രേ ചെയ്യേണ്ടതായിട്ട് വരും, ചിലത് എന്താണ് വെള്ളത്തിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. എല്ലാം എന്താണ്, സെയിം ആയിട്ടല്ല. യൂസ് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ക്രോപ്പ് ആൻഡ് സോയിൽ എൻഷുർ ബെറ്റർ ഈൽഡ്. അപ്പോൾ ഓരോന്നിൻ്റെ ക്രോപ്പിനനുസരിച്ച് നമുക്ക് എന്താണ് കൊടുക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്ന് അർത്ഥം. യു ലേൺ ഹൗ ടു പ്രൊഡ്യൂസ് ഓർഗാനിക് മാനുവർ അറ്റ് എ ലോ കോസ്റ്റ് using biobeans in the previous classes. Will you take the initiative to set up the similar system at home? അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അതോ 7th പഠിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഗാനിക് മാനുവർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആസ് യു നോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ നിങ്ങൾക്കറിയോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്? അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ രജിസ്ട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ഫെർട്ടിലൈസേഴ്സ് പ്രധാനമായിട്ടും 4 രീതിയിലാണ് ഫെർട്ടിലൈസേഴ്സ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കണം, അവിടെ മിസ്സിംഗ് ആണ്. അത് ഏതൊക്കെയാണ്? കമ്പോസ്റ്റ്, ഗ്രീൻ മാനുവർ, ബോൺ മീൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, അതിൽ വരുന്നത് എന്തൊക്കെയാണ്? അത് ബയോ റെസിഡ്യൂസ് ആണ്. ഇറ്റ് വിൽ നോട്ട് ഹാവ് നെയർ ദ ടെക്സ്ചർ ഓഫ് ദ സോയിൽ ഓർ ദ decomposers. Then plant get the nutrients released from these bio residues by the decomposers. The nutrients may be less. The process of decomposition takes a long time. എന്താണ് ഇതെന്ന് പറയുന്നത്? മണ്ണിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ്. യാതൊരു പ്രശ്നങ്ങളും മണ്ണിന് വരുത്തുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ഇതിൽ മണ്ണിൻ്റെ പോഷകങ്ങളുടെ അളവ് കുറവായിരിക്കും. പക്ഷെ അതെന്താണ്, ഒരുപാട് താമസം എടുക്കുകയും ഇത് ഡീകമ്പോസ് ചെയ്യാൻ ഒരുപാട് ലോങ് ടൈം എടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നാനോ ഫെർട്ടിലൈസേഴ്സ് ആണ്. അതിൽ നാനോ യൂറിയ, അതുപോലെ നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ യൂസേജ് അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ് റിക്വയർഡ് ഇൻ ദ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് കമ്പയർഡ് ടു അതർ ഫെർട്ടിലൈസേഴ്സ് ഡു നോട്ട് എഫക്ട് ദ കെമിക്കൽ ടെക്സ്ചർ ഓഫ് ദ സോയിൽ. അപ്പോൾ ഇതെന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഇത് മറ്റുള്ള ഫെർട്ടിലൈസേഴ്സിനെ അപേക്ഷിച്ച് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസ് മാത്രം കൊടുത്താൽ മതി. അതുമാത്രമല്ല ഇതിൽ സോയിലിൻ്റെ ടെക്സ്ചറിൽ യാതൊരു മാറ്റവും അതിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അതിൽ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് ഇതൊക്കെയാണ് വരുന്നത്. ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ടു ഇൻക്രീസ് ദ ന്യൂട്രിയൻ വാല്യൂ ഓഫ് സോയിൽ. സോയിലിൻ്റെ ന്യൂട്രിയൻ വാല്യൂ എന്താ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ് ക്യാൻ ഈസിലി അബ്സോർബ്. ഇത് പ്ലാന്റിന് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് ഹാം ടു സോയിൽ ടെക്സ്ചർ ആൻഡ് ഡീകമ്പോസർ. അതുപോലെ തന്നെ ഇതെന്താണ്, സോയിലിൻ്റെ ടെക്സ്ചറിലും ആ ഒരു സോയിലുള്ള ഡീകമ്പോസേഴ്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ദോഷമായിട്ടുണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോ ഫെർട്ടിലൈസർ ആണ്. അതിൽ വരുന്നത് റൈസോബിയം ആൻഡ് അസോസ്ഫിറിലിയം, ദെൻ മൈക്രോഹിസ. ഓക്കെ, ഇതൊക്കെയാണ് മൈക്രോറൈസ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ആഡ് മൈക്രോബീസ് ടു ദ സോയിൽ ദാറ്റ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഫിക്സിങ്. ഇതിലെന്താണ്, ഇതിൽ മണ്ണിലെന്താണ് ഇതിന് സഹായിക്കുന്ന മൈക്രോബ്സും അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഡു നോട്ട് ഹാം ദ ടെക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇത് ഡീകമ്പോസേഴ്സിനും അതുപോലെ തന്നെ സോയിലിൻ്റെ ടെക്സ്ചറിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്.
Gather more information related to this. Present a seminar paper in the class on the topic different types of fertilizers, advantages and limitations. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളടുത്തൊരു സെമിനാർ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അതിൻ്റെ ബേസിൽ നിങ്ങളൊന്ന് ചെയ്യാം. Then, while preparing the seminar paper, consider the following facts also. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഓരോ തരം ഫെർട്ടിലൈസേഴ്സിൻ്റെയും സാധ്യതകളും അതിൻ്റെ ലിമിറ്റേഷൻസും എന്താണെന്ന്, അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റിംഗ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, മണ്ണ് പരിശോധനയും അതിൻ്റെ വളപ്രയോഗവും എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷനും ഇറിഗേഷനും എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഫ് കളർ ചാർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് ആൻ ഈസി വേ ടു ഫൈൻഡ് ഔട്ട് ദ അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ ഇൻ ക്രോപ്പ് പ്ലാന്റ്. ഒരു ക്രോപ്പ് പ്ലാന്റിന് നൈട്രജൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. Then it helps to find out how much nitrogen fertilizers need to be added by comparing the color of leaves of planting with a standard picture. അപ്പോൾ സ്റ്റാൻഡേർഡ് പിക്ചറിൽ നിന്ന് നമുക്ക് ഈ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം നൈട്രജനാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. Then light green color indicates the deficiency of nitrogen. ലൈറ്റ് ഗ്രീൻ കളർ ആണെങ്കിൽ അവിടെ എന്താണ്, നൈട്രജൻ്റെ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഡാർക്ക് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നൈട്രജൻ ഈസ് പ്രസൻറ്റ് ഇൻ അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റീസ്. ഇനി ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അതിന് അത്യാവശ്യത്തിനുള്ള നൈട്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. Then the more you give, the more you receive. എന്താണ്, കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. All the nutrients absorbed by plants eventually റീച്ച് ആസ് ത്രൂ എ ഫുഡ് വി കൺസ്യൂം ഡോൺ ദേ. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന അതിന് ആവശ്യമായിട്ടുള്ള എന്താണ് ന്യൂട്രിയൻസ് എല്ലാം വിവിധ രൂപത്തിലാണ് അത് ആഹാരമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഓരോ രൂപത്തിലാണ് നമ്മൾ നൽകുന്നത്. ദ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ 100 grams of edible vegetables from a study are given in table 7.1. അപ്പോൾ നമ്മുടെ പോഷകങ്ങളുടെ അളവ് സംബന്ധിച്ച് ഒരു പഠനത്തിൽ നിന്നും അതിന് കിട്ടിയിട്ടുള്ള ഇതാണ് നമുക്ക്. അതിന് പ്രോട്ടീൻ എത്രയാണ്, അതുപോലെ തന്നെ ഫൈബർ എത്രയാണ്, കാർബോഹൈഡ്രേറ്റ് എത്രയാണ്, കാൽസ്യം എത്രയാണ്, അയൺ, കരോട്ടിന്, വിറ്റാമിൻ സി, ഇതൊക്കെ എത്രയാണെന്നാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് കൂട്ടുകാർ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. Then local varieties are naturally well suited to the local environment. അപ്പോൾ നമ്മുടെ നാടനായിട്ടുള്ള ഇനങ്ങളാണ് എപ്പോഴും എന്താണ് നമ്മുടെ നാച്ചുറലിനോട് ഏറ്റവും ഇണങ്ങി വളർന്നത് എന്ന് പറയുന്നത്. സിൻസ് ദേ ഹാവ് എ ഇൻഹെറൻറ്റ് റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്, ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ക്യാൻ ബി മിനിമൈസ്ഡ്. മാത്രമല്ല അവർക്ക് എന്താണ് രോഗങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയും രോഗം കുറവും പ്രതിരോധ ശക്തി കൂടുതലുമായിരിക്കും. മാത്രമല്ല നമുക്ക് കൂടുതലായിട്ട് എന്താണ് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യവും വരാറില്ല. ബൈ സപ്പോർട്ടിങ് ലോക്കൽ പോളിനേഴ്സ് ആൻഡ് എ ബെനിഫിറ്റ്സ് ഇൻസെക്ട്സ് ദേ ഹെൽപ്പ് മെയിൻറ്റെയിനിങ് എക്കോളജിക്കൽ ബാലൻസ്. അപ്പോൾ അതെന്താണ്, നമ്മൾ പ്രധാനമായിട്ടും അത് സപ്പോർട്ട് ചെയ്യുന്നത് ലോക്കലായിട്ടുള്ള പോളിനേറ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഇൻസെക്ട്സും മറ്റുമൊക്കെയാണ്. അതിൻ്റെ എക്കോളജിക്കൽ ബാലൻസ് അവിടെ നിലനിന്ന് പോകുന്നുണ്ട്. ആസ് ദീസ് ക്രോപ്സ് റിക്വയർഡ് മിനിമം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് എ പെസ്റ്റിസൈഡ്സ്, കൾട്ടിവേഷൻ കോസ്റ്റ് ക്യാൻ ഓൾസോ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ കൾട്ടിവേഷൻ കോസ്റ്റും അവിടെ കുറവായിരിക്കും. നമുക്ക് ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഒന്നും കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരികയും ചെയ്യുകയില്ല. Isn't possible to grow such local vegetables in home gardens? They can enrich your kitchen garden to a nutrition garden. Set up a nutrition garden in the school premises and document your experiences. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഗാർഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല നല്ല എന്താണ് പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഫോർ ബെറ്റർ ഈൽഡ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി നല്ല വിളവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കണം. വി ഗെറ്റ് ഹൈ ഈൽഡ് വെൻ വി യൂസ് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ താഴെ നോക്കൂ, ഒരുപാട് ഹൈ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ക്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, GM ക്രോപ്പ്, ലയറിങ്, ടിഷ്യൂ കൾച്ചർ, ദെൻ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. Then how could it will be if there is a rice plant that gives rice containing all nutrients? അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു അരി എന്ന് പറയുന്നത് ഏത് നെൽച്ചെടിയായിരിക്കും തരുന്നത്, അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയാണല്ലേ? പക്ഷെ എന്താണ്, അതിന് ഒരുപാട് പുതിയ പുതിയ മെത്തേഡ്സ് നമുക്ക് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇവിടെ താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ GM ക്രോപ്സ് ആണ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Then it crops new traits can be incorporated by altering its genetic constitution through genetic engineering. Cotton plant that resist pest attack, soybean that resist weedicides,
rice varieties that contain vitamin A etc. are example for these plants. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതെന്താണ്? ഇത്തരത്തിലുള്ള പെസ്റ്റിനൊക്കെ ചെറുക്കാനും അതുപോലെ തന്നെ പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീന്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഒരുപാട് നെല്ലിനങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. This technique helps to produce a large number of plants having all the characteristics of the parent plant. Tissues separated from the suitable part of a plant are grown in special nutrient medium to produce saplings. അഥവാ നമ്മുടെ പാരൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ട് നമുക്കൊരു പുതിയ പ്ലാന്റിന് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വിദ്യയാണ് ഈ ഒരു ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാന്റിന് എന്താണ്? അതിന് അനുയോജ്യമായിട്ടുള്ള കലകളെ വേർതിരിച്ച് പ്രത്യേക പോഷക മാധ്യമങ്ങൾ വളർത്തിയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. The methods of crafting, budding, layering and tissue culture are adopted to produce saplings having the characteristics of the parent plant. അപ്പോൾ പാരന്റ് പ്ലാന്റിൻ്റെ അതേ സ്വഭാവമുള്ള ചെടികളെ തന്നെയായിരിക്കും ഈ എല്ലാ മെത്തേഡിലൂടെയും നമ്മൾ ഉണ്ടാക്കുന്നത്. We have learned in previous classes that with little training we can do crafting, budding and layering of ourselves. But tissue culture requires more technical നോളജ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ അല്പം ടെക്നിക്കൽ നോളജും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് എന്താണ് ഡ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഒന്നും കൂടെ പരിശീലനം, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ദെൻ കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ടിഷ്യൂ കൾച്ചർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഫോർ ദ ബുള്ളറ്റിംഗ് ബോർഡ്. അപ്പോൾ ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ബുള്ളറ്റിംഗ് ബോർഡിൽ കുറിപ്പ് തയ്യാറാക്കുക. GM crops have many advantages. However, there is an opinion that these are a threat to the survival of indigenous species. Shall we interview experts in the relevant field and prepare a report on these matters? ഇനി ഈ GM plants എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. പക്ഷേ അത് എന്താണ്? നമുക്ക് തദ്ദേശീയമായിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് ഇനങ്ങൾക്ക്, ഒരുപാട് പ്ലാന്റ്സിന് ഭീഷണിയാകും പുതിയതായിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് എക്സ്പേർട്ടുമായിട്ട് ഒരു റിപ്പോർട്ട്, ഒരു അഭിമുഖം നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. നെക്സ്റ്റ് വൺ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് വെള്ളം നമുക്കിതിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒബ്സർവ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫാമേഴ്സ്. ഇവിടെ രണ്ട് ഫാമേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഒരാൾ പറയുകയാണ് ഹാവ് യു സ്റ്റോപ്പ്ഡ് എ വെജിറ്റബിൾ ഫാമിംഗ്. നിങ്ങൾ വെജിറ്റബിൾ ഫാമിംഗ് സ്റ്റോപ്പ് ചെയ്തു അല്ലേ? സംടൈംസ് കണ്ടിന്യൂസ് റെയിൻ, സംടൈംസ് സിവിയർ ഡ്രോട്ട്, ബൈ ഹാവിങ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ വാട്ട് ഷോൾ ഐ ഡു. ചില സമയത്ത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയാണ്, ചില സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നാണ് അയാൾ ചോദിക്കുന്നത്. ശരിയാണല്ലേ? എങ്ങനെയാകുമ്പോൾ കൃഷി ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ദെൻ വാട്ട് സജഷൻ ക്യാൻ യു പുട്ട് ഫോർവേഡ് ടു സോൾവ് ദീസ് പ്രോബ്ലം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. എന്തൊക്കെ പറ്റും? ഗ്രീൻ ഹൗസ്, അതുപോലെ തന്നെ ഡിപ്പ് ഇറിഗേഷൻ, വിഗ് ഇറിഗേഷൻ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊക്കെ എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, ദിസ് സെറ്റപ്പ് ഹെൽപ്സ് ടു കൾട്ടിവേറ്റ് ബോത്ത് ഇൻ റെയിനി സീസൺ ആൻഡ് സമ്മറിൻ സീസൺ അലൈക്ക്. ഇതെന്താണ്? റെയിനി സീസണിലും സമ്മർ സീസണിലും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. ഗ്രീൻ ഹൗസ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ഷീറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക്, നൈലോൺ, പോളിത്തീൻ എക്സെട്ര. പെസ്റ്റ് അറ്റാക്ക് ക്യാൻ ഓൾസോ ബി റെഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ് ആസ് ഓൾ ദ സൈഡ്സ് ആർ കവേർഡ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പോളിത്തീൻ ഷീറ്റോ അല്ലെങ്കിൽ നൈലോണോ പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം കവർ ചെയ്തിട്ട് അതിനുള്ളിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് ഫുള്ള് കവർ ആയതുകൊണ്ട് തന്നെ ഇതിൽ പെസ്റ്റ് അറ്റാക്ക് വരുന്നത് വളരെയധികം കുറവായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ദിസ് ഈസ് ആൻ ഇറിഗേഷൻ മെത്തേഡ് യൂസിങ് പൈപ്സ് ആൻഡ് വാൾവ്സ് ടു water to roots in crops. By doing this, loss of water it reduced to maximum. Another significance of this method is that the availability of water to all plants is ensured. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള ഇറിഗേഷൻ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ വാട്ടറിനെ തുള്ളി തുള്ളിയായിട്ട് അതിൻ്റെ വേരിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൾവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഇറിഗേഷനാണ്. ഇത് ചെയ്യുമ്പോൾ എന്താണ്? ജലത്തിൻ്റെ ലോസ് നമുക്ക് ഒരു പരമാവധി നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും വെള്ളം ആവശ്യത്തിന് ലഭിക്കുകയും ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഗ് ഇറിഗേഷൻ ആണ്. എ മെത്തേഡ് ഓഫ് ഡയറക്ട്ലി സപ്ലൈയിങ് വാട്ടർ ടു ദ റൂട്ട്സ് ടു പ്ലാന്റ്സ് ത്രൂ എ കോട്ടൺ ക്ലോത്ത് ഫിൽറ്ററിംഗ് വിത്ത് എ വാട്ടർ സോഴ്സ് ഈസ് കോൾഡ് വിഗ് ഇറിഗേഷൻ. ഇറ്റ് റിക്വയർസ് ലെസ് വാട്ടർ ദാൻ ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ ഇതെന്താണ്? ഒരു പരുത്തി തുണി കൊണ്ട് ഇതുപോലെ തിരി പോലെ ഉണ്ടാക്കിയിട്ട്, വിക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഒന്നാണ്. ഇത് ചെടികളുടെ വേര് പഠനത്തിന് സമീപത്ത് ജലം നേരിട്ട് എത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ എന്താണ്? ഇത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷനേക്കാൾ എന്താണ്? ജലം കുറച്ച് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൾജിങ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കവറിംഗ് ദ സോയിൽ ഇൻ ദ ഫീൽഡ് യൂസ് ബൈ ഡ്രൈ ലീവ്സ് high etc. to reduce water loss to evaporation. Through this method is it possible to reduce the growth of weeds to make the soil enriched. ഇത് പണ്ട് ഉള്ള ഒന്ന് തന്നെയാണ്. ഇവിടെ എന്താണ്, നമ്മൾ കരിയിലകളും അതുപോലെ തന്നെ വൈക്കോലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അത് വെള്ളം ആഗിരണം ചെയ്യുകയും അതുമൂലം ഇവാപറേഷനൊക്കെ നടക്കുമ്പോൾ വെള്ളം ഒരുവിധം നഷ്ടമാവാതെ സൂക്ഷിക്കാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് വൺ പെസ്റ്റ് കൺട്രോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കുറേ നേരത്തായി പറയുന്നു പെസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് അല്ലേ. ഇവിടെ നോക്കൂ, പോഡ് പോറർ, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, സ്റ്റെം റോളർ, ഇത്തരത്തിലുള്ള എന്താണ്, ഇത് ഒരുപാട് പെസ്റ്റിൻ്റെ പേരാണ്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ മേജർ പെസ്റ്റ് ദാറ്റ് എഫക്ട് ദ ക്രോപ്സ് ഇൻ യുവർ അവർ ലൊക്കാലിറ്റി. നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന പ്രധാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള പെസ്റ്റ് അറ്റാക്ക് ഏതൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ്, പോഡ് പോറർ, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, സ്റ്റെം റോളർ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ടു കൺട്രോൾ പെസ്റ്റ് ബൈ ദ ഫാമേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്തുള്ള കർഷകർ ഇവരൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഫാമേഴ്സ് ഇൻ അവർ ലൊക്കാലിറ്റി വേരിയസ് മെത്തേഡ്സ് ടു കൺട്രോൾ പെസ്റ്റ് ഇൻക്ലൂഡിംഗ് മെക്കാനിക്കൽ കൺട്രോൾ, ബയോളജിക്കൽ കൺട്രോൾ, ഓർഗാനിക്കൽ പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ക്രോപ്പ് റൊട്ടേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, IPM കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. എന്താണ് IPM എന്നുള്ളത് വായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ചിട്ട് നോക്കാം. അതിൽ വീഡിയോ ലെങ്തി ആവണ്ട എന്ന് വിചാരിച്ചാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. ഈസ് ഫാമിംഗ് ജസ്റ്റ് നോട്ട് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്. ഇവിടെ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ മാത്രമാണോ? അല്ല. ഫസ്റ്റ് പ്ലാന്റ്സ് ഉണ്ട്, ഡക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൗ ഉണ്ട്, ഫിഷ് ഉണ്ട്, ഹെൻ ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു കൾട്ടിവേഷനാണ് ഇവിടെ കാണുന്നത്. When birds, fish, other animals are raising along with the crops, it also farming. Integrated farming is the practice of nurturing diverse living organisms together. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് പറയുന്നത്, ലിവിങ് ഓർഗാനിസംസിനെ, ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസിനെ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിസിറ്റ് ദ ഇൻറ്റഗ്രേറ്റഡ് ഫാം ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് അനലൈസ് ദ റിപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തും ഇതുപോലെയുള്ളതുണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി ഇവിടെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് പോകുന്നത് എന്നത്. ഹെന്നിടക്ക് അല്ല, അതിൽ നിന്നും കിട്ടുന്ന ഫെർട്ടിലൈസർ ഉപയോഗിച്ച് വെജിറ്റബിൾ ഫാമിംഗ് നടത്തുന്നു. അതിൽ നിന്നും കിട്ടുന്ന ഫീഡ് ഉപയോഗിച്ച് റിയറിംഗ് ഓഫ് കാറ്റിൽ നടത്തുന്നു. ദെൻ അതിൽ നിന്നും കിട്ടുന്ന ഫീഡ് ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് നടത്തുന്നു? പാഡി ഫീൽഡിങ് നടത്തുന്നു. അപ്പോൾ ഇതൊരു സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതാണ് യെല്ലോയിലായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് കമ്പൈൻസ് മൾട്ടിപ്പിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഓഫറിംഗ് അഡ്വാൻറ്റേജസ് ലൈക്ക് ഇൻക്രീസ്ഡ് ക്രോപ്പ് yield, reduce chemical use and effective waste management, while also providing possibilities for diversified income streams and sustainable agriculture. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പശു ഉണ്ട്, പശുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ചാണകം കിട്ടും, അല്ലാതെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ അതൊരു വേസ്റ്റ് ആയിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറെ രീതിയിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സർക്കിളാണ് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ വരുന്നത്. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ആണ് അതിനുള്ളത്. ഫുഡ് സേഫ്റ്റി എങ്ങനെയാണ്? ഇറ്റ് ഹെൽപ്സ് എൻഷുർ ഫുഡ് സേഫ്റ്റി ബൈ യൂസിങ് ഫീവർ കെമിക്കൽസ് പ്രൊഡ്യൂസ് ഡൈവേഴ്സ് ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് ബെറ്റർ ഈൽഡ് ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ്? ഇറ്റ് റെഡ്യൂസസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബൈ യൂട്ടിലൈസിങ് നാച്ചുറൽ റിസോഴ്സസ് efficiently, then minimizing the use of external inputs like chemical fertilizers and pesticides. ഓക്കെ, അപ്പോൾ ഇതുകൂടെ എന്താ ചെയ്യുന്നത്? നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ, എന്താണ് സ്മാർട്ട് ഫാമിംഗ് എന്നതാണ് പറയുന്നത്. സ്മാർട്ട് ഫാമിംഗ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഓർ പ്രാക്ടീസസ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചറിൽ മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇവിടെ എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദ യങ് ഫാമർ ഈസ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? യുവ കർഷകന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രമാകുന്നു. എറണാകുളം, എ യങ് ഫാമർ ഇൻ എറണാകുളം ഹാസ് ബിക്കം എ റോൾ മോഡൽ ബൈ ലീവിംഗ് ഈസ് ഹൈലി പെയ്ഡ് ജോബ് ഇൻ IT സെക്ടർ ടു ഫോക്കസ് ഓൺ ഫാമിംഗ്. എന്താണ്? IT നല്ല ഉയർന്ന ജോലി ഉണ്ടായിരുന്ന ഒരാൾ അത് ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിലേക്ക് വന്നിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്.
Then he has achieved a great success by combining modern agricultural techniques with the IT expertise. He refers to his farming method as smart farming. അപ്പോൾ അദ്ദേഹമായി ഒരു IT യും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ നൂതനമായിട്ടുള്ള രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷിയിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നേട്ടത്തെ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ശ്രദ്ധ കേന്ദ്രമാക്കിയിട്ടുള്ളത്. ആ കൃഷി രീതി എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്മാർട്ട് ഫാമിങ്ങിൻ്റെ എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്തിനൊക്കെയായിരുന്നു? ബൈ ഷെയറിംഗ് ഇമേജസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ക്രോപ്സ് യു ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ എഐക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്ത് എഐ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്, IoT എന്ന് പറയും. ഇതിലെന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്, മോയ്സ്ചർ, ഫെർട്ടിലിറ്റി, ദ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ are identified and a problem solving system is prepared with the help of machine. അപ്പോൾ മെഷീൻസിൻ്റെ ഉപയോഗത്തോട് കൂടിയിട്ട് സെൻസർ ചെയ്തുകൊണ്ട് അതിൻ്റെ ജലാംശം എത്രയുണ്ട്, അതിൻ്റെ ഫെർട്ടിലിറ്റി എത്രയുണ്ട്, അതിലെന്തൊക്കെ കീടബാധകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനും അതിന് പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനും പറ്റും. നെക്സ്റ്റ് എന്ന് ഹൈഡ്രോപോണിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്ലാന്റ്സ് ആർ ഗ്രോയിങ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻസ് ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഈസ് ഡിറ്റക്റ്റഡ് ആൻഡ് പ്രൊവൈഡ് ആസ് നീഡഡ്. അപ്പോൾ ഈ ഒരു ഇത് സെൻസർ വെച്ചിട്ടായതുകൊണ്ട് അതിൽ എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുകയും നമുക്കത് കൂടുതലായിട്ട് പെട്ടെന്ന് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എയറോപോണിക്സ് ആണ്. വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആർ ഡെലിവേർഡ് ടു ദ റൂട്ട്സ് ദാറ്റ് ഗ്രോ ഇൻ ടു ദ എയർ ഇൻ എ ടൈംലി മാനർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്. അപ്പോൾ സെൻസറുടെ സഹായത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയറോപോണിക്സും കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും എന്തൊക്കെയാണ് അതിൻ്റെ റൂട്ടിന് ആവശ്യമായിട്ടുള്ളത്, അതിൻ്റെ ഗ്രോക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും വേണ്ടി പറ്റും. ദെൻ അടുത്തതായിട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് നടത്തുക? നമുക്ക് കൃഷി ചെയ്താൽ മാത്രം പോരാ അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റിങ്ങും കൂടെ വേണം. അപ്പോൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക, ജസ്റ്റ് എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് കാര്യം പറഞ്ഞു തരാം. ഇതിൽ പറയുന്നത് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കാലഘട്ടമാണിത് അല്ലേ. അപ്പോൾ വിത്ത് ഇറക്കുന്നത് മുതൽ നമ്മൾ ഈൽഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവരുടെ വിശ്വസ്തത കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രൊഡക്ട്സിനും കൂടുതൽ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കൃഷിയിടങ്ങളിൽ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ ഇവയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇത് മനസ്സിലാക്കാനും അതിൽ നിന്നും അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത്തരത്തിലുള്ള വാല്യൂസ് കൂട്ടാനും പറ്റും. Then next one, geographical indication കുറിച്ചിട്ടാണ് പറയുന്നത്. Then efforts underway to get geographical indication status for Kerala cashew. കേരള കശുവണ്ടിക്ക് ഭൗമസൂചിക പദവി കിട്ടി എന്നാണ് പറയുന്നത്. കൊല്ലം കേരള is making a move to obtain geographical indication tag for its cashews, especially under the name of Kerala cashew. This effort is being driven to the Kerala State Cashew Development Agency special officer who has submitted a recommendation to the central government. The Ministry of Commerce and Industry has to approve the application. അപ്പോൾ എന്താണ് കേരളത്തിലെ ഉൽപ്പാദനത്തിൽ കശുവണ്ടിക്ക് ഒരു കേരള കശുവണ്ടി എന്നുള്ള ഒരു പദവി നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ്. കേരള സംസ്ഥാന കശുവണ്ടി വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ അത് എന്ത് ചെയ്തു? നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു ശുപാർശ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദവി നൽകുകയും ചെയ്തു. Have you observed the news report? The geographical indication tag is granted based on the unique characteristics of the geographical area where the product is cultivated, resulting in distinct difference in the product's taste, color, aroma and nutritional value. This is why certain products from the specific regions receive the GI tag. Such products get a premium value in the market. അഥവാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതിൻ്റെ ഡിഫറൻസിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ടേസ്റ്റ്, കളർ, അതിൻ്റെ ആരോമ, ന്യൂട്രീഷൻ വാല്യൂ ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു GI എന്നുള്ള ഒരു പദവി നൽകുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താ പ്രീമിയം വാല്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ കാഷ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് എന്ന് അർത്ഥം. The next one, some example for agricultural products that received geographical indication are given below. അപ്പോൾ അത്തരത്തിൽ കിട്ടിയിട്ടുള്ള ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഒന്ന് പാലക്കാട് മട്ട റൈസ്, അതുപോലെ തന്നെ മലബാർ പെപ്പർ, അതുപോലെ തന്നെ കുറ്റ്യാറ്റൂർ മാംഗോ.
ദെൻ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെത്തില. ഇതിനൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു GI പദവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ പ്രീമിയം വാല്യൂ ഉണ്ടെന്ന് അർത്ഥം. നെക്സ്റ്റ് വൺ ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിലുള്ള ഡൈവേഴ്സിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഈസ് അഗ്രികൾച്ചർ ഓൺലി അബൌട്ട് പ്രൊഡ്യൂസിങ് ഫുഡിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത്? അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് എക്സ്ട്രാ കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഫാമിംഗ് ഫോർ ബനാന ലീഫ്, ഹോർട്ടികൾച്ചർ, പോൾട്രി ഫാമിംഗ്, മെഡിക്കൽ പ്ലാന്റ് കൾട്ടിവേഷന്, പെറ്റൽ കൾട്ടിവേഷന്, ഫ്ലോറികൾച്ചർ, ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ്, റൈസിംഗ് ബെഡ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള കൃഷി രീതികളാണ്. ദെൻ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൈവേഴ്സിഫൈങ് അഗ്രികൾച്ചർ? ഇങ്ങനെ കൃഷിയുടെ ഒരു ഡൈവേഴ്സിഫൈങ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻകം ക്യാൻ ബി എൻഷുർഡ് ഇൻ ഓൾ സീസൺസ് ഇഫ് ദർ എ ലോസ് ഓഫ് ഇൻകം from one crop due to pest infestation, disease or price drop, it can be compensated from another. ഇപ്പോൾ നമുക്ക് ഒരു സീസണിൽ ഒന്നിൽ നിന്ന് ഒന്ന് കിട്ടിയില്ല എന്ന് വെക്കുക, പക്ഷേ നമുക്ക് എന്താണ് മറ്റൊന്നിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഒരു വാഴ കൃഷി ചെയ്യുകയാണ്, അതെന്താണ് വാഴയിൽ നിന്ന് നമ്മുടെ ബനാനയിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതിൻ്റെ വാഴയില നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിക്സഡ് ഫാമിംഗ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദെൻ വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി ഡൺ ഈവൻ ബൈ ദോസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്? ഇനി ഇതിൽ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് നടത്താം, റൈസിംഗ് പെറ്റ്സ്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ മൊബൈൽ ആപ്സ് ഫോർ ഫാമേഴ്സ്. ഇനി ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. There are apps that provide weather forecast, pest and disease alert, expert agricultural advice, market price information, benefit schemes for farmers and information, and organic certification. If these facilities are properly utilized, the agricultural sector will undoubtedly flourish. എന്താണ്? കൃഷിക്ക് വേണ്ടിയിട്ട് എന്തിൻ്റെ ഒരുപാട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, അതുപോലെ തന്നെ അതിന് പെസ്റ്റിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ, കൃഷി സംബന്ധമായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ അഡ്വൈസുകൾ, അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂസിനെ കുറിച്ചിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആപ്പുകൾ ഇന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അഗ്രികൾച്ചർ സെക്ടറിനെ നമുക്ക് ഒന്നും കൂടെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ensuring nutritious food for all in challenges with day-to-day increase in population and changing food habits, expansion and modernization of agriculture is of utmost importance. അപ്പോൾ എല്ലാവർക്കും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഉറപ്പാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് അല്ലേ. ജനസംഖ്യ എന്ന് പറയുന്നത് അത്രയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷിയുടെ വ്യാപനവും ആധുനികമായിട്ടുള്ളൊരു മോഡേണൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇതിലെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. അറേഞ്ച് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ബോക്സസ് എ ആൻഡ് ബി ഈസ് സ്യൂട്ടബിൾ. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒന്ന് വൺ സ്പേസ് കോൺസ്ട്രേറ്റ്, എന്താണ്? സ്ഥലപരിമിതിക്ക് ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്? ഇത് ഏതൊക്കെയാണ് സ്ഥലപരിമിതിക്ക് വേണ്ടി പറ്റുന്നത്? ഒന്നെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. ഓക്കെ, മറ്റൊന്നെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെറസ് ഫാമിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊന്നാണ് സാഗ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് സ്പേസ് കോൺസ്ട്രെയിറ്റ്സ് എന്നുള്ളതിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. എന്ത് കൊടുക്കാം? നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ ഏതൊക്കെയാണെന്ന് കൊടുക്കാം. ഏതൊക്കെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ട് വരുന്നത്? ഒന്നെന്ന് പറയുന്നത് അന്യൂർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ വേർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കൂടാതെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഇതാണ് ബോൺ മീലാണ്. ഓക്കെ, ബോൺ മീലും ഇതിൽ വരുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സിന്തറ്റിക് ഫെർട്ടിലൈസർ എന്ന് കൊടുക്കാം. ഇവിടെ സിന്തറ്റിക് ഫെർട്ടിലൈസർ എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൽ വരുന്ന ഒന്നാണ് യൂറിയ എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നെന്ന് പറയുന്നത് അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അമോണിയം ഫോസ്ഫേറ്റ്, ദെൻ സൂപ്പർ ഫോസ്ഫേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് പറയുന്നതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരച്ചത് ചിലപ്പം ക്ലിയർ ആവില്ല. പറയുന്നതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. സതീഷ് ഹാസ് 15 cents of homestead land and 30 cents of paddy fields. He says the paddy cultivation is not profitable. What suggestions do you have to make farming profitable by making use of homestead land and paddy field? ഇവിടെ എന്താ പറയുന്നത്? സതീഷിന് ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട്.
ഓക്കെ 15 സെൻറ്റ് സ്ഥലവും 30 സെൻറ്റ് നെൽപ്പാടവുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ഈ നെല്ല് കൃഷിയിൽ നിന്ന് ഒരു മെച്ചമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥലവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അയാൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് ദ ഹോം സ്റ്റെഡ് ലാൻഡ് ആൻഡ് എ പാഡി ഫീൽഡ്സ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഓർഗാനിക് ഫാമിംഗ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ്. എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക്? അയാൾക്ക് ഈ ഒരു ലാഭം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നെൽവയലുകളിൽ ഒന്നിലധികം വിളകളും കന്നുകാലികളെയും ജൈവ കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഓഡ് വൺ, വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതേഴ്സ്. ഇവിടെ ഏതാണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്? എയിലുള്ളത് വിക്കി ഇറിഗേഷൻ, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, മൾജിങ്. ഇവിടെ ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ് വരുന്നത്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ഫാമിംഗ്. അതേഴ്സ് ആർ ഹോൾ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ടു എഫിഷ്യൻസി മാനേജ് വാട്ടർ യൂസേജ്. അപ്പോൾ മറ്റതൊക്കെ വാട്ടർ യൂസേജിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ എന്താണ് ഇറിഗേഷൻ മാർഗ്ഗങ്ങളാണ്, മെത്തേഡ്സ് ആണ് തന്നിട്ടുള്ളത്, വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. ബി ചോദ്യം. ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് പറയുന്നത്? ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആണ്. ഓക്കെ. കാരണം അതേഴ്സ് ഓൾ ആർ സോയിൽലെസ് ആണ് കേട്ടോ. സോയിൽലെസ് കൾട്ടിവേഷൻ മെത്തേഡ്സ് യൂസ് ടു ഗ്രോ പ്ലാന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സോയിൽലെസ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ബാക്കിയുള്ളതെന്ന് പറയുന്നത്. ഇനി ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Farming will be profitable only if all the pests are killed. What is your response to this comment of a farmer? How can effective pest control be implemented? അപ്പോൾ ഒരു കൃഷി നല്ല രീതിയിൽ നടക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? എല്ലാ കീടങ്ങളും നശിച്ചു പോകണം, എല്ലാ പെസ്റ്റും നശിച്ചു പോകണം എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? എന്താണ് അഭിപ്രായം? ഫാമിംഗ് പ്രോഫിറ്റബിളി ഡസ് നോട്ട് സോളിൻലി ഡിപ്പെൻഡ്സ് ഓൺ എലിമിനേറ്റിംഗ് ഓൾ പെസ്റ്റ് ബട്ട് റേദർ ഓൺ എഫക്റ്റീവ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ലൈക്ക് എ ക്രോപ്പ് റൊട്ടേഷൻ, ബയോളജിക്കൽ കൺട്രോൾ ആൻഡ് ഓർഗാനിക് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ക്യാൻ ബി ബാലൻസ്ഡ് പെസ്റ്റ് കൺട്രോൾ വിത്ത് എ സസ്റ്റൈനബിലിറ്റി റെഡ്യൂസിങ് കോസ്റ്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്. അപ്പോൾ ഒരു കൃഷി നല്ല രീതിയിൽ നല്ല പ്രോഫിറ്റ് ആകണമെങ്കിൽ അതിൽ എല്ലാ പെസ്റ്റൊന്നും നശിക്കേണ്ടതില്ല, ചിലത് നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ ഏതൊക്കെ പോലെ ക്രോപ്പ് റൊട്ടേഷന്, ബയോളജിക്കൽ കൺട്രോൾ, ഓർഗാനിക് പെസ്റ്റ് കൺട്രോൾ തുടങ്ങിയ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മുടെ കോക്കനറ്റ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഫ്രം കോക്കനറ്റ്, അതിൽ നിന്നും എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? വിനെഗറി, ചിപ്സ്, കോക്കനറ്റ് മിൽക്ക് ക്രീം, അതുപോലെ തന്നെ കോയർ പ്രോഡക്ട്സ്, ഹാൻഡിക്രാഫ്റ്റ്, ബിവറേജസ്, ഇതൊക്കെ നമ്മൾ അതിൽ നിന്നും ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ചോദ്യം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ടു ഫാമേഴ്സ് ബൈ പ്രൊഡ്യൂസിങ് സച്ച് പ്രൊഡക്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഈ ഫാമേഴ്സിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ? എന്തൊക്കെയാണ്? പ്രൊഡ്യൂസിങ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഹെൽപ്പ് ഫാമേഴ്സ് ഏൺ മോർ മണി ആൻഡ് റെഡ്യൂസ് വേസ്റ്റ് ബൈ ക്രിയേറ്റിംഗ് ന്യൂ ആൻഡ് ഡൈവേഴ്സ് പ്രൊഡക്ട്സ് ഫ്രം ദ ക്രോപ്സ്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും വേസ്റ്റൊക്കെ ഇല്ലാതാക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിൽ നിന്നൊക്കെ വേസ്റ്റൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിൽ ബി ചോദ്യം. പ്രിപ്പയർ എ സിമിലർ ഇൻസ്ട്രേഷൻ ഓഫ് എനി അതർ ക്രോപ്സ്. അപ്പോൾ ഏതെങ്കിലും അതർ ക്രോപ്സിൻ്റെ ഇത്തരത്തിലൊരു ഇൻസ്ട്രേഷനും കൂടെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വാഴയെ തന്നെ എടുക്കാം അല്ലേ. വാഴയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ബനാന, ചിപ്സ്, അതുപോലെ തന്നെ വാഴയുടെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പൂവ് ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുപോലെ ഒരുപാട് ക്രാഫ്റ്റ് നമ്മൾ ഈ വാഴയുടെ എന്താ പറയുക, അതിൻ്റെ തണ്ടിൽ ഉള്ള ആ ഒരു സംഭവം വെച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്, ലീഫ് വെച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, അത് കൂട്ടുകാർ ജസ്റ്റ് വായിച്ചു നോക്കുക, ആവശ്യമുള്ളത് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.